പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 24 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ
CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സീരിയസ് വിഷയം ഡിസ്കസ് ചെയ്തായിരുന്നു. കാര്യം ആധ്യാത്മിക മുന്നേറ്റം, ജീവിത മുന്നേറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഘടകങ്ങളെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഒന്ന്, എല്ലാ കാലങ്ങളും നമുക്കുണ്ടാകുന്നതാണ് അനുഗ്രഹത്തിൻ്റെ കാലം. നാം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. അത് ഒരു ഘട്ടമാണ് ശരിക്കും. ഇനി കുറച്ചുകൂടി ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് രണ്ടാം മേഖലയിലേക്ക് പ്രവേശിക്കാം. രണ്ടാം മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, അഭിഷേകത്തിൻ്റെ മേഖലയാണ്. അഭിഷേകത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് മോസസിനോട് ദൈവം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ പറയുന്നുണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതായത് മോസസിനോട് ദൈവം എന്താണ് ഒരു വാഗ്ദാനം കൊടുത്തത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ പോകുന്നിടത്തല്ല, അല്ലേ? അപ്പം അതൊരു നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അവിടെ ആശ്വാസമാണ് കൊടുക്കുന്നത്. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പം ദൈവ ബ്ലെസ്സിങ്സിൻ്റെ ഒരു തലമാണത്. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസത്തിൻ്റെ അനുഗ്രഹം തരികയും ചെയ്യും. പക്ഷേ ജോഷുവയുടെ കാലം, മോസസിൻ്റെ കാലം കഴിയുമ്പോൾ പിന്നെ ജോഷുവയാണ്. ജോഷുവയുടെ ഡ്യൂട്ടി മോസസിനേക്കാൾ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടിയാണ്. കാര്യം എന്താണ്? ജോർദാൻ കടക്കണം, ഇവിടെ ഇവരെ ഫിൽട്ടർ ചെയ്യണം. ജോർദാൻ കടക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരില്ലേ, പല വെള്ളത്തെ കാല് കുത്തുന്ന വിശ്വാസത്തിൻ്റെ അപാചയമുള്ള ആൾക്കാരെ ഫിൽട്ടർ ചെയ്ത് കളയണം. അത് ഭയങ്കര സീരിയസ് ഈ വിഷയമാണ്. ജോഷുവ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മോസസ് ഫിൽട്ടർ ചെയ്തായിരുന്നു. സിനാ മലമുകളിലും താഴെ ഇറങ്ങുമ്പോഴേ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ നിൽക്കാത്തവരെ രണ്ടായിട്ട് ഫിൽട്ടർ ചെയ്യും. ഇതുപോലെ ഓരോ സമയത്തും ദൈവം ഓരോരോ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഫിൽട്ടറിങ് ഉണ്ടാകും. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഫിൽട്ടറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലവലാദ്യ മനുഷ്യർ, ദൈവത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ കൂടെ വരും. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി അവരുടെ വർത്തമാനങ്ങൾ നമ്മളെ പിന്തിരിപ്പിച്ച് കളയും. അതുകൊണ്ട് മോസസ് പറയണം, അങ്ങനെ പിന്തിരിപ്പന്മാർ നോക്കിയിട്ട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്, നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ ആചരിച്ച വിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. എല്ലാവരും പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ആരാധിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഭിഷേകം ഉണ്ടാകും. നിലപാടാണത്. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഫിൽട്ടറിംഗ് ആണിത്. മോസസ് ഇങ്ങനെ ഫിൽട്ടറിംഗ് നടത്താതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതം തന്നെ ഇതുപോലെ ഹരിച്ചരിച്ചാണ് പോണത്. പല താല്പര്യങ്ങളും നമുക്കുണ്ടാകും, ദൈവത്തിന് നിരക്കാത്തതാകും. ചിലപ്പോൾ നമ്മൾ വെറുത്തുപേക്ഷിക്കേണ്ടി വരും. മുൻപുകാലത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം അതാണ്. ദൈവത്തിന് നിരക്കാത്തതിനെ വെറുത്തുപേക്ഷിക്കണം. അപ്പം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്കാരുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത പെരുമാറ്റ ദോഷങ്ങളുണ്ടാകും. ഇവയെ വിടണം. നദിക്കക്കരെ
നിങ്ങളുടെ പിതാക്കന്മാർ വലിയ കാര്യമെന്ന് കരുതി ആചരിച്ചിരുന്നതിനെ, അതാണ് നിങ്ങൾക്ക് അതോ അങ്ങനെ തന്നെ ജീവിക്കാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നതിന് ജോഷുവാനെ സഹായിച്ച ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു നിലപാടാണ്. നോയമ്പ് കാലത്ത് വാഗ്ദാന നാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ദൈവം തിരക്കാത്തതിൽ ഉപേക്ഷിക്കാനുള്ള ധൈര്യം വേണം. ആ ധൈര്യത്തിനാണ് ജോഷുവയുടെ കർത്താവ് പറയുന്നത്, ധൈര്യം വേണം കേട്ടോ, ഐ വിൽ ഗീവ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. അതാണ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗീവൺ. അതിനർത്ഥം ജോഷുവ 1:9 എടുത്തു, ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും. ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു പോവല്ല, ഭയപ്പെടുമല്ലോ, പരിഭ്രമിക്കുമല്ലോ. പരിഭ്രമിക്കുക ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. wherever you go, നീ കാട്ടിപ്പോയാലും കടലിൽ പോയാലും ഞാൻ നിന്നെ കൈവിടാതെ കൂടെ നിൽക്കും. അപ്പം ദൈവത്തിനെ ഒപ്പിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സംലഭ്യമാകും. നോൻപുകാലം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളെയും വിഷയങ്ങളെയും ഇവിടെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പക്ഷം ചേരുന്നത്, അവർക്കാണ് ദൈവം ജോഷുവയെ പോലെ ധൈര്യവും ശക്തിയും നൽകുന്നത്. ആ ശക്തി എൻ്റെ സഹോദരന് ലഭിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.